ആറന്മുളയിൽ അതീവ ഗുരുതരമായ സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള ഓരോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. നമ്മൾ പോലും ആശങ്കപ്പെട്ടു പോയ ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നു എന്നറിയുന്നു. പക്ഷെ അതുകൊണ്ടും കാര്യമില്ലല്ലോ. വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ പല പ്രദേശങ്ങളിലും? നിലവിൽ എന്താണ് അപ്ഡേറ്റ്? പൂജ, ആറന്മുളയിൽ വെള്ളം ഇറങ്ങി എന്നുള്ളത് ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടാണ്. നമുക്ക് ഈ പല സ്ഥലങ്ങളിലും ഈ പമ്പയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. പല വീടുകളും വെള്ളത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ വരുന്ന വാർത്തകളൊക്കെ ഈ നഗരപ്രദേശത്തിൽ നിന്നുള്ള വാർത്തയായതിനാലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആറന്മുളയിലെ പ്രശ്നം പൂർണ്ണമായും അവസാനിച്ചു എന്ന് ഒരു തോന്നലുണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറന്മുളയിൽ തന്നെയാണ്. ഇവിടെ ഒരു പൊന്നന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പല വീടുകളും ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പല വീടുകളും ഉള്ളത്. അവിടെ ആ വീടുകളിലേക്കൊന്നും പോകാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അവർക്ക് വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആളുകൾ ഇന്നലെയൊക്കെ മാറാൻ പറഞ്ഞ ആളുകളാണ്. മാറാൻ പറഞ്ഞ ആളുകൾക്ക് അവർ മാറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നലെ അബിൻ വർക്കിയൊക്കെ നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നമുള്ള സ്ഥലത്ത് നിന്നൊക്കെ ആളുകൾ മാറണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ പലരും മാറാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇനി എത്ര സമയം കൊണ്ട് ഈ വെള്ളം ഇറങ്ങി തീരും എന്നുള്ളതാണ്. നമ്മളൊരു കുട്ടവഞ്ചിയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊപ്പം ഇവിടേക്ക് പോകുന്നത്. ഇതിപ്പോ ഒരു പാടമാണ്. പൂജയ്ക്കത് ഈ വിഷ്വൽ കണ്ടാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കണ്ടാൽ ഈ തോന്നുക ഒരു പുഴയാണെന്നോ അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കിടക്കുന്ന ഒരു ആറാണെന്നോ ഒക്കെ തോന്നിയേക്കാം. പക്ഷെ അത് അങ്ങനെയല്ല. ഇതൊരു പാടമാണ്. ആ പാടം നിറയെ വെള്ളമാണ്. അവിടേക്ക് പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. വഴി പോലും ഇങ്ങനെ പുഴ പോലെ കിടക്കുകയാണ്. അവിടെയാണ് വെള്ളം ഇറങ്ങിയെങ്കിലും വലിയ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് എല്ലാ കൊല്ലവും നിങ്ങൾക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. 2018 ശേഷം ഇപ്പം ഇത്രയും കൂടുതലായിട്ട് വെള്ളം മുങ്ങിയത് 2018 ശേഷം ഇപ്പോഴാണ്. 2018 ശേഷം ഇപ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം കയറിയത്. നമ്മളെ ബുദ്ധിമുട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കണ്ട പാടങ്ങളിൽ വെള്ളം വരും. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനമൊക്കെ തുടരുന്നുണ്ട്, ആളുകളൊക്കെ മാറ്റുന്നുണ്ട്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം മാറി. കാരണം നമുക്ക് അത്ര അതായത് ഭയാനക അന്തരീക്ഷം മാറി. എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പം രക്ഷപ്പെടാനുള്ള സംവിധാനമുണ്ട്, നടക്കാനുള്ള വഴിയുണ്ട്. അത്യാവശ്യം നമുക്ക് നിറയുള്ള വെള്ളമുണ്ട്. ഈ വീട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന വീട്ടിൽ നിന്നും ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല ഇല്ല, വെള്ളമാ. ഇവിടെ ഈ പല വീടുകളിലും നമ്മളിപ്പോൾ കാണുന്ന വീട്ടിലെ ഒരു മുറ്റത്തൊരു ഓട്ടോറിക്ഷ കിടക്കുന്ന കാണുന്നുണ്ട്. അതൊക്കെ മുക്കാൽ ഭാഗവും മുങ്ങിയ അവസ്ഥയിലാണ് ഓട്ടോറിക്ഷ അടക്കമുള്ളത്. ഇനിയിപ്പോൾ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇവർ ഈ കുട്ടവഞ്ചി ഉള്ളത് കൊണ്ട് കുറച്ച് ആളുകളെയൊക്കെ നേരത്തെ നമ്മൾ കാണുമ്പോൾ ഇവർ 2 സ്ത്രീകളുമൊക്കെ ആയി അവിടേക്ക് വന്നിറങ്ങി അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റാൻ പോകുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ കുട്ടവഞ്ചി വലിയൊരു ആശ്രയമാണല്ലേ? അതെ, തീർച്ചയായും. ഇവർക്ക് പൂജ, മറ്റൊരു കാര്യം, ഇവർക്ക് 2018 പ്രളയം അത് പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ കാലത്ത് ഇവർക്ക് കിട്ടിയ ഒരു കുട്ടവഞ്ചിയാണ്. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾ ഉപേക്ഷിച്ച് പോയ ഒരു കുട്ടവഞ്ചി. അത് ഇപ്പോഴും അവർക്കൊരു ആശ്രയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെ. 2018 ശേഷം അവർക്ക് ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം അവർക്ക് ഇതിന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവരിതിനെ ഉപേക്ഷിച്ച് പോയി. ഇതുപോലെ ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയി. നമ്മളൊരെണ്ണം സൂക്ഷിച്ച് ഇവിടെ വെച്ചു. നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ കൊല്ലവും നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എടുക്കും, അല്ലാതെ സേഫായിട്ട് തന്നെ വീട്ടിൽ വെക്കും. ഇവിടെ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു? വീട്ടിലെ സാധനങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് 2ാം നിലയിലേക്ക് മാറ്റി. നമ്മൾ തന്നെ വെള്ളം വരുന്നതനുസരിച്ച് നമ്മൾ മുകളിലേക്ക് നിലയിലേക്ക് പിടിച്ച് എപ്പോൾ ഇറങ്ങി തീരും ഈ വെള്ളം? അവിടെ റാന്നിയിലെ മഴയൊക്കെ ഏകദേശം നിന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരം തൊട്ട് വെള്ളം വലിയാനുള്ള ചാൻസാണ്. പിന്നെ കിഴക്ക് മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. വൈകുന്നേരത്തേക്കിന് വെള്ളം ഇറങ്ങി തുടങ്ങും. കിഴക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതേപോലെ തന്നെ വെള്ളം കിടക്കും. വെള്ളം പൊങ്ങാനും താഴാനും ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ എന്തായാലും മലയോര മേഖലയിലെ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കാര്യമായ പ്രശ്നം ഇനി ഉണ്ടാകില്ല. ഇന്നൊരു ഉച്ചയോട് കൂടിയെങ്കിലും ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വീട്ടിലേക്ക് തിരികെ മടങ്ങണമെങ്കിൽ വലിയ പ്രതിസന്ധിയുണ്ട്. വീട്ടിലെ ഇപ്പോൾ ഈ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മണ്ണും ഒക്കെ മാറ്റിയിട്ട് വേണം അവർക്ക് കയറാൻ. അപ്പോൾ ആ പ്രശ്നം കൂടി മറികടന്നിട്ട് വേണം. മാറിയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴും അവർക്ക് നമ്മൾ
റാന്നിയിലൊക്കെ കണ്ടതല്ലേ അമൽ. ഇപ്പോൾ അവിടെ തത്സമയം കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഓരോ വീടിന്റെ മുന്നിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ കടന്നു പോകുമ്പോഴും ഓരോത്തൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നതൊക്കെ കാണാം. അതൊക്കെയാണ് ചെളി നിറഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ക്യാമ്പിൽ നിന്നൊക്കെ തിരിച്ചു വന്നാൽ പോലും ഓരോ ഇടങ്ങളിലെ ഇപ്പോൾ എവിടെയൊക്കെ ഈ പ്രശ്നമുണ്ടോ അവിടുത്തെ എല്ലാ ജനങ്ങൾ ഈ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരൊക്കെ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇനി പോകണം.